പരിശുദ്ധ സഭയുടെ വലിയ മെത്രാപ്പോലീത്ത അഭിവന്യ ക്ലീമീസ് തിരുമേനി, അഭിവന്യരായ പിതാക്കന്മാരെ, വൈദിക സഹോദരങ്ങളെ, സന്യസ്തരെ, ശമാശന്മാരെ, പ്രിയമുള്ളവരെ, സാരഗർഭമായ ഒരു ഗുരുസാഗരം പോലെ നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവാ തിരുമേനി. കാരമുള്ള ഉപ്പ് പോലെ തൻ്റെ സഭാജീവിതം കൊണ്ട് തൻ്റെ കാലത്തെയും ലോകത്തെയും രുചിപ്പെടുത്തിയ ഒരു യുഗപുരുഷൻ. മഹാരഥിയായ പിതാവിൻ്റെ ഓർമ്മകളിൽ നിന്ന് ഒരു നുള്ളു മാത്രം, ഒരു നുള്ള ഓർമ്മ മാത്രം ഈ സന്ധ്യയിൽ പങ്കുവയ്ക്കുകയാണ്. ഒരുപക്ഷെ അത് മാത്രം മതിയാവും പരിശുദ്ധ പിതാവിൻ്റെ സുവിശേഷപരമായ ജീവിതത്തിൻ്റെ രുചി അറിയാനും. കൽക്കട്ട ബിഷപ്സ് കോളേജിലെ മാതൃകാപരമായ പഠനം പൂർത്തിയാക്കി മാത്യൂസ് അച്ഛൻ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. നേരെ പഴയ സെമിനാരിയിലേക്കാണ് പോകുന്നത്. പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവാ തിരുമനസിനെ കാണുവാനുള്ള യാത്രയാണ്. അവിടെ എത്തിയപ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാവാ തിരുമനസ്സുകൊണ്ട് മാത്യൂസ് അച്ഛനോട് പറയുന്നു, എടോ, തനിക്ക് പ്രവർത്തിക്കാൻ ഞാനൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്, താൻ അങ്ങോട്ട് പോയിക്കൊള്ളണം. ഓതറ ദേറായിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവാ തിരുമനസ് കൽപ്പിച്ചത്. മാത്യൂസ് അച്ഛനത് കേട്ടപ്പോൾ ഒരു ചെറിയ മനോവിഷമമുണ്ടായി. കാരണം മറ്റൊന്നുമല്ല, പുത്തൻകാവിൽ കൊച്ചു തിരുമേനി മാത്യൂസ് അച്ഛനെ കൽക്കട്ടയിലേക്ക് അയക്കുന്നതിന് മുമ്പ് കൊച്ചു തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യം, തിരികെ വരുമ്പോൾ ഓതറയിൽ നമുക്കൊരു സ്ഥലം ദാനമായി കിട്ടിയിട്ടുണ്ട്, അവിടെ വന്ന് താമസിക്കണം എന്നാണ്. എന്നാൽ അതേസമയം തന്നെ ബഥനിയിലെ മെത്രാച്ചൻ അലക്സിയസ് മാർ തേവദോസിയസ് തിരുമേനി മാത്യൂസ് അച്ഛന് ഒരു കത്തയച്ചിരുന്നു കൽക്കട്ടയിലേക്ക്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാത്യൂസ് അച്ഛൻ ബഥനിയിൽ ചേർന്ന് ഒരു സന്യാസ വൈദികനായി അവിടെ തുടരണം എന്നാണ്. അച്ഛൻ നാട്ടിൽ വരുമ്പോൾ നമ്മെ കണ്ടിട്ടേ പോകാവൂ എന്നാണ് ആ കത്തിൻ്റെ ഉള്ളടക്കം ഉണ്ടായിരുന്നത്. ഈ കൊച്ചച്ഛൻ സിംഹതുല്യനായ പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവാ തിരുമേനിയോട് തൻ്റെ മനോവിഷമം, തൻ്റെ സങ്കടം ഉണർത്തിച്ചപ്പോൾ പരിശുദ്ധ ബാവാ തിരുമേനിയുടെ പ്രതികരണം അല്പം കടുപ്പത്തിലായി. ഞാൻ ആരാടൂ? മെത്രാച്ചൻ ആരാടൂ? ഞാൻ പറയുന്നതല്ലേടൂ കേൾക്കേണ്ടത്. തിരുമേനി കൽപ്പിക്കുന്നത് അനുസരിച്ചു കൊള്ളാമെന്നുണർത്തിച്ച് മാത്യൂസ് അച്ഛൻ വീട്ടിലേക്ക് പോയി. അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് അതിലും വലിയൊരു പ്രതിസന്ധിയാണ്. ഈ തീരുമാനവും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ സ്വന്തം പിതാവിനോട് ഈ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. അപ്പം അപ്പൻ്റെ വാക്ക്, അച്ഛനെങ്ങും പോകണ്ട, ഇവിടെ താമസിച്ചാൽ മതി, എനിക്കാരുമില്ല, 2 സ്ഥലത്ത് വസ്തുക്കൾ കിടക്കുന്നു, ആര് നോക്കും? അച്ഛൻ ഈ വീട്ടിൽ താമസിച്ചോണം, ഞാൻ കടമ്പനാട്ട് പോയി താമസിച്ചു കൊള്ളാം.
അച്ഛൻ വലിയ മാനസിക സംഘർഷത്തിലായി. 2-3 ദിവസങ്ങൾ മുറിയടച്ചിരുന്ന പ്രാർത്ഥനാപൂർവം ആ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തം പിതാവിൻ്റെ അടുത്തെത്തി വിനയപൂർവ്വം പറഞ്ഞു, അപ്പച്ചൻ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നു. ബാവാ തിരുമേനിയും മറ്റ് തിരുമേനിമാരും മറ്റു വിധത്തിൽ നിർബന്ധിക്കുന്നു. അപ്പച്ചനും വേണ്ട, തിരുമേനിമാർക്കും വേണ്ട എന്ന് മുകളിൽ നിന്ന് കണ്ടാലോ? എൻ്റെ ആയുസ്സും ജീവിതവുമൊക്കെ കർത്താവിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ആ പിതാവ് അല്പനേരം ശാന്തനായി നിൽക്കുകയാണ്. എന്തൊക്കെയോ ചിന്തിച്ചിട്ട് അദ്ദേഹം കണ്ടമിടറി ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ഞാൻ അച്ഛനെ തടസ്സപ്പെടുത്തുന്നില്ല, ദൈവഹിതം പോലെ ആകട്ടെ. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ ഓർമ്മയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അപ്പനെ ആദ്യമായും അവസാനമായും അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല, പിന്നീട് കണ്ടിട്ടില്ല എന്നാണ്. അന്ന് മാത്രമാണ് കണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ മാത്യൂസ് അച്ഛൻ സ്വന്തം ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെടുകയാണ് പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ അടുത്തേക്ക്. അവിടെ എത്തിയപ്പോൾ കൊച്ചു തിരുമേനി പറഞ്ഞു, അച്ഛൻ പോയി ഓതറ തേറെ ഒന്ന് കണ്ടിട്ട് വരിക, അച്ഛനവിടെ താമസിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ മാത്യൂസ് അച്ഛൻ്റെ മറുപടി അതാണ് നമ്മുടെ ഈ ദിവസത്തിൻ്റെ തന്നെ ധ്യാനം. അച്ഛൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, യഹോവയായ ദൈവം അബ്രാം പിതാവിനോട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് കൽപ്പിച്ചപ്പോൾ അതെവിടെയാണ്, എങ്ങനെയാണ് എന്നൊന്നും ചിന്തിക്കാതെ അദ്ദേഹം പോയതുപോലെ ഞാൻ പോകാം. 2 പോക്ക് വേണ്ട തിരുമേനി, ഞാനിപ്പോൾ തന്നെ പോയിക്കൊള്ളാം. മലങ്കര സഭയുടെ സൂര്യ തേജസ്സായി ശോഭിച്ച പരിശുദ്ധ പിതാവിൻ്റെ സഭാ ശുശ്രൂഷയുടെ ആദ്യ ചുവട് എത്രമേൽ ആഴമേറിയ വിശ്വാസത്തിൽ ഊന്നിയതായിരുന്നുവെന്ന് ഈ ജീവചരിത്ര സന്ദർഭം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഫെയ്ത്ത് ഓഫ് സെയിൻസ് എന്നൊരു ശൈലീ പ്രയോഗം ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിലുണ്ട്. അത് വിശ്വാസത്തിൻ്റെ 2 അവസ്ഥകളെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് സാധാരണ സൂചിപ്പിക്കാറുള്ളത്. അതിങ്ങനെ പരാമർശിക്കും, faith has basically 2 stages. The first stage is what the average person usually believes in, namely that there is a God. ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ തലം ദൈവമുണ്ട് എന്നയാൾ വിശ്വസിക്കുന്നു. I believe in one God in Christ and in Holy Spirit. തൃത്വ ദൈവത്തിൽ അയാൾ വിശ്വസിക്കുന്നു. I believe in the essential teachings of the gospel and the church. സഭയുടെയും സുവിശേഷങ്ങളുടെയും പാഠങ്ങളിൽ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ശരാശരിയായി നമ്മളൊക്കെ നയിക്കുന്ന സഭാജീവിതത്തിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ ഒക്കെ ഒരു തലത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ പിതാക്കന്മാർ ഇങ്ങനെയാണ് ആ വിശ്വാസത്തെ വിശേഷിപ്പിക്കുന്നത്. This form of faith is called introductory faith or faith of children. ഇതൊരു ഇൻഫൻറ്റൈൽ സ്റ്റേജാണ്. വിശ്വാസത്തിൻ്റെ ഒരു ശൈശവ ദശ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. എന്നാൽ ഇതിന് മറ്റൊരു തലമുണ്ട്, വിശുദ്ധന്മാരുടെ വിശ്വാസം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ വിരുന്ന് ഭവനവും വിലാപ ഭവനവും ഓർത്തെടുത്താൽ മതി അതിൻ്റെ അർത്ഥം മനസ്സിലാവാൻ. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപ ഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പന ശവസംസ്കാര ക്രമത്തിലാണ് നാം വായിക്കുന്നത്. അതിൻ്റെ സവിശേഷമായ ഒരു അർത്ഥതലം ഏതാണ് ആ വിരുന്ന് ഭവനവും ഏതാണ് ആ വിലാപ ഭവനവും? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ മറ്റ് സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വിഭിന്നമായി
ക്രിസ്തുയേശുവിൻ്റെ ദൈവത്വത്തെ ഊന്നിപ്പറയാൻ 7 അടയാളങ്ങൾ വിശദീകരിക്കുന്നതിൽ ഒന്നാമത്തേത് വിരുന്ന് ഭവനവും 7-ാമത്തേത് വിലാപ ഭവനവുമാണ്. ഒന്നാമത്തേത് കാനായിലെ വിരുന്ന് ഭവനവും 7-ാമത്തേത് ബഥാന്യയിലെ വിലാപ ഭവനവുമാണ്. പരിശുദ്ധമായ വലിയ നോമ്പ് ആരംഭിക്കുന്ന ഞായറാഴ്ച കാനായിലെ വിരുന്ന് ഭവനത്തിൻ്റെ കഥയും വിശുദ്ധമായ വലിയ നോമ്പിൻ്റെ നാളുകൾ തീരുമ്പോൾ ഓശാനയിലേക്ക് പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ടുതലേന്ന് ബഥാന്യയിലെ ലാസറിൻ്റെ വിലാപ ഭവനവുമാണ് നാം ധ്യാനിക്കുന്നത് എന്നുള്ളതും വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു അവാന്തര പരിണാമത്തെ കൂടി നോമ്പുകാലം കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ള ഒരു സൂചന അതിലുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ ഒന്നാമത്തേതും 7-ാമത്തേതും അതിനിടയിലുള്ള പടവുകളും നമ്മളോട് പറയുന്നത്? 1-7 മാത്രം ഞാൻ പറയാം. ഒന്നാമത്തെ അത്ഭുതം, കാനാവിൽ വെള്ളം വീഞ്ഞാവുന്നു. ആ സംഭവത്തിൻ്റെ അവസാന വരി എന്താണ്? അത്ഭുതം കണ്ടതുകൊണ്ട് ശിഷ്യന്മാർ വിശ്വസിച്ചു. അവരുടെ വിശ്വാസത്തിൻ്റെ ആധാരം അത്ഭുതമാണ്. എന്നാൽ 7-ാമത്തേത് ബഥാന്യയിലെ ലാസറിൻ്റെ ഭവനത്തിലെത്തുമ്പോൾ മാർത്തയോട് ക്രിസ്തു പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വാസമാണ് പിന്നീടുള്ള എല്ലാത്തരം അത്ഭുതങ്ങളുടെയും മഹാത്ഭുതങ്ങളുടെയും കാരണമെന്ന് തിരിച്ചറിയുന്ന ഒരു തലമുണ്ട്. മത്തീസച്ചൻ്റെ വിശ്വാസം അബ്രഹാമിൻ്റെ വിശ്വാസം പോലെ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമുള്ളതാണ്. അതുകൊണ്ടാണത് നമ്മെപ്പോലെ ശരാശരി വിശ്വാസത്തിന് അപ്പുറമായി, അതീതമായി വിശുദ്ധന്മാരുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് സൂചിപ്പിച്ചത്. ഒരുപക്ഷെ അത്യഗാധമായ വിശ്വാസ ജീവിതത്തിൻ്റെ കരുത്താണ് ഒരു മനുഷ്യായുസിൽ അസാധ്യമെന്ന് കരുതാവുന്ന വിധം അസാമാന്യമായ കാര്യങ്ങളിൽ പരിശുദ്ധ പിതാവിനെ ചെയ്തു തീർക്കുവാൻ ദൈവം അനുവദിച്ചത്. 2003 മെയ് 15 കോട്ടയം റേലിയ കത്തീഡ്രൽ അങ്കണത്തിൽ നടന്ന പരിശുദ്ധ പിതാവിൻ്റെ മെത്രാൻ സ്ഥാനാഭിഷേക സുവർണ ജൂബിലി സമ്മേളനത്തിൽ 50 വർഷങ്ങളുടെ മഹാപൗരോഹിത്യം പിന്നിടുമ്പോൾ ആ പരിശുദ്ധ പിതാവ് പറഞ്ഞ വാക്കുകൾ തന്നെ ഞാനൊന്ന് ആവർത്തിക്കാം. ബലഹീനനായ നമ്മുടെ 21-ാം വയസ്സിൽ പരിശുദ്ധ പിതാക്കന്മാർ വഴി ദൈവവിളിയെ ശ്രവിച്ച് നാടും വീടും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സഭയുടെ കെട്ടുപണിക്കായി കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ഒരു വേലക്കാരനായി സ്വയം സമർപ്പിച്ച ജീവിതമാണ് നമ്മുടേത്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് എന്ന നമ്മുടെ കർത്താവിൻ്റെ വചനപ്രകാരം നാം ഇന്ന് വരെയും ജീവിച്ചു. 23-ാം വയസ്സിൽ ശമാശനും 25-ാം വയസ്സിൽ വൈദികനുമായ നമ്മെ ഓദറയിൽ ഒരു ദേറ സ്ഥാപിക്കുവാനായി ചുമതലപ്പെടുത്തി. അതിൻ പ്രകാരം പിൽക്കാലത്ത് ഓദറ തുടങ്ങി 9ഓളം ദേറാകളും 7 കോൺവെന്റുകളും സ്ഥാപിക്കുവാൻ ദൈവമിടയാക്കി. കൂടാതെ കേവലം 38 ദേവാലയങ്ങളും കുറെ ചാപ്പലുകളും മാത്രമുണ്ടായിരുന്ന കൊല്ലം മെത്രാസനത്തെ 236 പള്ളികളുള്ള ഒരു മഹാ ഇടവകയായി ഉയർത്തുവാനും ധാരാളം സ്കൂളുകൾ, കോളേജുകൾ, ഇതര സ്ഥാപനങ്ങൾ എന്നിവ സ്ഥാപിക്കുവാനും സർവശക്തനായ ദൈവം ഇടയാക്കി. ദൈവമേ, അവിടുത്തെ മഹാകരുണയ്ക്ക് സ്തുതി. ബിലയാമിൻ്റെ കഴുതയെക്കൊണ്ട് പോലും ദൈവഹിതം പൂർണ്ണമായി നിർവഹിച്ച ദൈവം തൻ്റെ അളവറ്റ കൃപയിൽ നടത്തി എന്ന് മാത്രമേ എനിക്ക് അവകാശപ്പെടാനുള്ളൂ എന്നാണ് ആ പിതാവ് ആ പ്രഭാഷണത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. എൻ്റെ ആയുസ്സും ജീവിതവുമെല്ലാം കർത്താവിൻ്റെ കയ്യിലല്ലേ അപ്പച്ചാ ഇരിക്കുന്നത് എന്ന് സ്വന്തം പിതാവിനോട് പറഞ്ഞ യൗവനക്കാരൻ്റെ കാഴ്ചയും കാഴ്ചപ്പാടും അരശതാബ്ദക്കാലം പിന്നിട്ടിട്ടും മങ്ങിയിട്ടില്ല എന്ന് ഈ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അബ്രഹാം പിതാവിനെ പോലെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തിൽ പുറപ്പെട്ടിറങ്ങിയ മാത്യൂസ് അച്ഛനിൽ നിന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ ബാവായിൽ എത്തുമ്പോഴും തൻ്റെ വിശ്വാസ ജീവിതം മൊളിമങ്ങാതെ മേൽക്കുമേൽ വർദ്ധിതമായി ശോഭിച്ചു വന്നതിൻ്റെ സാക്ഷികളാണ്
ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഏറിയ പങ്കും എന്നുറപ്പാണ്. എന്തുകൊണ്ട് ഇത്തരം മഹാപൗരുഷങ്ങൾ, ഇത്തരം അധ്യാത്മ ക്ലേശങ്ങൾ വർത്തമാനകാല സഭയിൽ അപൂർവമായി തീരുന്നു, കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു സന്ദേഹം നമുക്കെല്ലാവർക്കുമുണ്ട്. സാമൂഹ്യശാസ്ത്രത്തിൽ വളരെ കൗതുകകരമായൊരു നിരീക്ഷണമുണ്ട് നേതൃത്വത്തെക്കുറിച്ച്. പലപ്പോഴും സഭ ഏത് കാലത്തും വിമർശന വിധേയമാവുന്നത് അതിൻ്റെ സ്ഥാപനവൽക്കരണം കൊണ്ടാണ്. അപ്പോൾ അതിന് നഷ്ടമാവുന്ന സുവിശേഷപരമായ ചൈതന്യത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് പൊതുവെ സാമാന്യ മനുഷ്യരൊക്കെ പങ്കുവയ്ക്കാറുള്ളത്. സ്ഥാപനങ്ങളും സ്ഥാപിത താല്പര്യങ്ങളും മാത്രമായി സഭാസ്വത്വം ചുരുക്കപ്പെടുമ്പോൾ ഈ അപജയം സ്വാഭാവികമാണ്. ഈ നിരീക്ഷണം ഇങ്ങനെയാണ്: ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഇൻ എ റിലീജിയസ് മൂവ്മെന്റ് is an unavoidable and necessary development. If a religion is to survive over decades and centuries, ദശാബ്ദങ്ങളും നൂറ്റാണ്ടുകളുമൊക്കെ പിന്നിട്ട് ഒരു സഭാ സംവിധാനം നിലനിൽക്കണമെങ്കിൽ ഇത്തരം വ്യവസ്ഥാപിതമായ ഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ആവശ്യമാണ്. During this process, however, people who may not be motivated by the purely spiritual consideration can join and climb up the church hierarchy. ഈ ഒരു പ്രയാണത്തിൽ ചില കാലങ്ങളിലെങ്കിലും ചില സന്ദർഭങ്ങളിലെങ്കിലും ശുദ്ധമായ ആത്മീയ താല്പര്യങ്ങളില്ലാത്ത ചില മനുഷ്യരെങ്കിലും ഈ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കടന്നുകൂടാനിടയുണ്ട്. Socialists have a special term for this development: the dilemma of mixed motivations. The dilemma of mixed motivations. നമ്മുടെ താല്പര്യങ്ങൾ സ്ഥാപിത താല്പര്യങ്ങളാവുന്ന, സ്വകാര്യ താല്പര്യങ്ങളാകുന്ന നിമിഷം ഏത് പബ്ലിക് സർവൻറ്റും, ഏത് പൊതുസേവകനും, ഏത് സഭാ ശുശ്രൂഷകനും കറപ്റ്റഡ് ആവുകയാണ്. ഒരു സ്വകാര്യ സംഭാഷണത്തിൽ വളരെ അടുത്ത ഒരു സുഹൃത്ത് ചോദിച്ച ഒരു തമാശയുണ്ട്. മെത്രാനായതുകൊണ്ട് ആത്മവിമർശനപരമായി പറയുന്നതിൽ തെറ്റില്ലല്ലോ. വൈദിക സെമിനാരിയിൽ ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വൈദിക സെമിനാരി അഡ്മിഷൻ കിട്ടുന്നു. നിങ്ങളുടെ ലക്ഷ്യം അതായിരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. പുരോഹിതനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, പുരോഹിതനായി. മെത്രാനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, നിങ്ങളായി. പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവായിൽ ഇങ്ങനെ ഒരു സാച്ചുറേഷൻ പോയിന്റ് നമ്മൾ കാണുന്നില്ല. 91 വയസ്സിലും സഭയ്ക്ക് വേണ്ടി അഹോരാത്രം വിശ്രമമില്ലാതെ അവിരാമമായി പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ആ പുണ്യപിതാവ് തൻ്റെ കാലം തികയ്ക്കുന്ന, അങ്ങനെ അദ്ദേഹം കാലം ചെയ്യുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ആ ജീവിതത്തിൽ കാണുന്നത്. ഒരാശയ സംഘർഷവുമില്ലാതെ നിത്യശുദ്ധമായ ആത്മബോധത്താൽ തൻ്റെ നിയോഗങ്ങൾ നിർവഹിച്ച പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മകൾക്ക് സത്യത്തിൽ എന്തൊരു ഗ്രാവിറ്റിയാണല്ലേ, എന്തൊരു ഗുരുത്വമാണതിന്. എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. 2 ആഴ്ചകൾക്ക് മുമ്പ് പ്രിയപ്പെട്ട സ്നേഹിതൻ സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമിയുടെ മുഖമൊഴിയിൽ എഴുതിയ 2 വരികൾ വായിച്ച് അവസാനിപ്പിക്കാം. മലയാളികൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അഴിമതിയോ വികസന മുരടിപ്പോ ബംഗാളി ബീഹാറി അധിനിവേശമോ കൊതുക് ശല്യമോ തെരുവ് പട്ടികളോ അല്ല, പിന്നെയോ ഗുരുത്വമുള്ള ആളുകളുടെ അഭാവമാണ്. ഉള്ളിൽ തിരതല്ലുന്ന ആദരവോടെ നോക്കാനും ദൂരെ നിന്നെങ്കിലും മനസ്സുകൊണ്ട് വണങ്ങാനും തോന്നിക്കുന്ന അപാര വ്യക്തിത്വങ്ങൾ വംശനാശ ഭീഷണി നേരിടുകയാണ്. അതിലും ദുഃഖകരമായ വസ്തുത മറ്റൊന്നുണ്ട്. ആ അസാന്നിധ്യങ്ങളിൽ, അത്തരം അഭാവങ്ങളിൽ നമുക്ക് തരിമ്പും സങ്കടമില്ലാതായിരിക്കും.
അത്തരം അസാന്നിധ്യങ്ങളെക്കുറിച്ച് നമുക്ക് തരിമ്പും സങ്കടമില്ലാതായിരിക്കുന്നു. ശരിക്കും ഉള്ളിൽ തിരതല്ലുന്ന ആദരവോടെയല്ലാതെ നമുക്ക് ഓർത്തെടുക്കാനാവാത്ത മലങ്കര സഭയുടെ സൂര്യതേജസ്സായ ഈ പൂർവികൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവ തിരുമനസിൻ്റെ പവിത്ര സ്മരണകൾക്ക് മുമ്പിൽ ഹൃദയപൂർവമായ ഗുരുവന്ദനം. നന്ദി.